അപ്പാ ഇതിനകത്തുനിന്ന് എന്നോട് സംസാരിക്കണമേ എന്ന് പറയുന്നവനാണ് ധ്യാനിക്കുന്നവളും ധ്യാനിക്കുന്നവനും. ആമേ പ്രിയരെ, നമുക്ക് ആ നിലയിലുള്ള ഒരു ബിഹേവിയർ, അങ്ങനെയുള്ള ഒരു സ്വഭാവം നമുക്കത് ഫോം ചെയ്യുവാൻ വേണ്ടി, അതൊന്ന് രൂപീകരിപ്പാൻ നമുക്കൊന്ന് ഒരുങ്ങാം കേട്ടോ. ഈ 2026 ഈ പ്രാരംഭ മാസം കർത്താവിനോട് പറയണം, കർത്താവേ, നിന്റെ വചനം വായിക്കുന്നവരെക്കാളുപരി ആമേൻ അത് ധ്യാനിക്കുന്നവരായി തീരുവാൻ. എത്ര പേര് ധ്യാനിക്കുന്നവരുണ്ട്? ആ കരങ്ങളൊന്നും ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. കുഞ്ഞുങ്ങളെ, നാം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണം കേട്ടോ. സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കണേ യുവാക്കളെ, യുവതി ബാലികന്മാരെല്ലാവരും ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യണം? ഒരു 5 മിനിറ്റെങ്കിലും സ്കൂളിൽ പോകുന്നതിന് മുന്നേ വായിച്ച്, കർത്താവേ, അപ്പനമ്മോടല്ല ദൂത് ചോദിക്കേണ്ടത്, ദൈവത്തോട് ചോദിക്കണം, കർത്താവേ എന്നോട് സംസാരിക്കണമേ. ഇന്ന് പകൽ ജീവിപ്പാൻ ആവശ്യമായ കൃപ അതിനകത്തുണ്ട്. ഇന്ന് പകൽ നിന്നെ കരുതുവാൻ ആവശ്യമായ സകലതും അതിനകത്തുണ്ട്. അതിനകത്ത് നിനക്കുള്ള അപ്പമുണ്ട്, വെള്ളമുണ്ട്, വസ്ത്രമുണ്ട്. ആമേൻ. അതിനകത്ത് നിനക്കുള്ള നന്മയുണ്ട്. നിന്റെ കുടുംബത്തിനകത്തുള്ള ആവശ്യമുള്ളതുണ്ട്. നിനക്കുള്ള ആരോഗ്യമുണ്ട്, നിനക്ക് ആയുസ്സുണ്ട്, നിനക്കുള്ള സംരക്ഷണം ആ വചനത്തിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ ശ്വാസം എടുക്കുന്ന ശ്വാസത്തിന് ഉള്ളത് പോലും ഈ വചനത്തിനകത്തുണ്ട്. ഇത് വേണ്ട നിലയിൽ ഗൗരവത്തോടെ നീ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് ഇതൊന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ, കണ്ടീഷൻ രാവും പകലും ധ്യാനിപ്പാനാ. അപ്പോൾ